മലയാള സിനിമയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു തിരിച്ചുവരവിന്റെ കഥയുണ്ട്. 1986 മമ്മൂട്ടി എന്ന നടൻ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് പലരും വിധിയെഴുതി. തുടർച്ചയായ പരാജയങ്ങൾ, ബോക്സ് ഓഫീസിലെ തകർച്ച, മമ്മൂട്ടിയുടെ കാലം കഴിഞ്ഞുവെന്ന് പത്രങ്ങൾ പോലും തലക്കെട്ടുകൾ നൽകി. എന്നാൽ നിശബ്ദനായിരുന്ന ആ സിംഹം തന്റെ ഇരയ്ക്കായി കാത്തിരിക്കുകയായിരുന്നു. അവിടെയാണ് 1987 ജോഷി ഡെന്നിസ് ജോസഫ് കൂട്ടുകെട്ടിൽ ന്യൂഡൽഹി പിറക്കുന്നത്. GK എന്ന പ്രതികാരദാഹിയായ പത്രപ്രവർത്തകനായി മമ്മൂട്ടി സ്ക്രീനിൽ നിറഞ്ഞാടി. വീണടുത്തു നിന്ന് കുതിച്ചുയരാൻ ഒരു നിമിത്തം വേണമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആ സിനിമ. കൈകാലുകൾ തളർന്നാലും ബുദ്ധി കൊണ്ട് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാമെന്ന് GK കാണിച്ചു തന്നപ്പോൾ തന്റെ അഭിനയ മികവുകൊണ്ട് ആ സാമ്രാജ്യത്തിന്റെ അധിപൻ താൻ തന്നെയാണെന്ന് മമ്മൂട്ടി തെളിയിച്ചു. തെന്നിന്ത്യൻ സിനിമ ഒന്നടങ്കം ന്യൂഡൽഹിയുടെ വിജയത്തിന് മുമ്പിൽ അമ്പരന്നു പോയി. പരാജയങ്ങളിൽ തളർന്നു പോകുന്നവർക്ക് മമ്മൂട്ടിയുടെ ഈ ജീവിതം ഒരു പാഠപുസ്തകമാണ്. നിങ്ങളെ പുറത്താക്കാൻ ലോകം ശ്രമിക്കുമ്പോൾ അതിനേക്കാൾ കരുത്തോടെ തിരിച്ചു വരിക, തോൽവികളിൽ നിന്ന് പഠിക്കുക, വിജയത്തിലേക്ക് കഠിനമായി പ്രയത്നിക്കുക. മമ്മൂട്ടി എന്ന നടൻ ഇന്ന് ഇന്ത്യൻ സിനിമയുടെ വിസ്മയമായി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിത്തുപാകിയത് ആ പഴയ പരാജയങ്ങളും അതിനെ അതിജീവിച്ച ന്യൂഡൽഹിയുമാണ്. തോൽവി അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. കഠിനാധ്വാനം തുടരുക, വിജയം നിങ്ങളെ തേടിയെത്തും.